ഇൻക്ലൂസീവ് സ്കൂളിൻ്റെ 2025 ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്ക്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇമ്പയർമെൻറ്റ് ആൻഡ് ഡിസബിലിറ്റി. ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ പ്രോബ്ലം ഇൻ ബോഡി സ്ട്രക്ചർ ഓർ ഫംഗ്ഷൻ. നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ അതിന് ഫംഗ്ഷനിലോ ഉള്ള ഒരു പ്രശ്നത്തിനാണ് ഇമ്പയർമെൻറ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ദ ലോസ് ഓഫ് വിഷൻ, നമുക്ക് കാഴ്ചശക്തി ഇല്ല എന്ന് പറയുന്നത് ഒരു ഇമ്പയർമെൻ്റ് ആണ്. വെറാസ് ഡിസബിലിറ്റി എന്താണ്? ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ടി ഇൻ പെർഫോമിങ് ആക്ടിവിറ്റീസ് ഡ്യൂ ടു ദാറ്റ് ഇമ്പയർമെൻറ്റ്. ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്, ഇപ്പോൾ കാഴ്ചശക്തി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ വരുന്ന ബുദ്ധിമുട്ടിനെയാണ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ സെറിബ്രൽ പാൾസി? സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത് ഒരു ഡിസോർഡർ ആണ്. അത് അഫക്റ്റ് ചെയ്യുന്നത് മൂവ്മെൻറ്റ് ആൻഡ് മസിൽ കോർഡിനേഷൻ ആണ് ഡ്യൂ ടു ദ ബ്രെയിൻ ഡാമേജ് ബിഫോർ ഓർ ഡ്യൂറിങ് ബ്രത്ത്. നമ്മുടെ ഒരു കുട്ടി ഉണ്ടാവുന്ന പ്രസവ സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒരു ബ്രെയിൻ ഡാമേജ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു മൂവ്മെൻറ്റ് മസിൽ കോർഡിനേഷൻ ഇതിന് വരുന്ന ഒരു പ്രശ്നത്തിനാണ്, ഒരു ഡിസോർഡറിനെയാണ് വരുന്നത്. ഇപ്പോൾ ചൈൽഡ് മേ ഹാവ് ഡിഫിക്കൽട്ടി വാക്കിംഗ്, ഇപ്പോൾ നടക്കാനോ അല്ലെങ്കിൽ ഹാൻഡ് മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യാനോ പ്രശ്നം ഉണ്ടാവും. അത് ആ കുട്ടിയുടെ ബോഡി പൊസിഷനെയും ബാലൻസിനെയും ബാധിക്കാം. റൈറ്റ് എനി ടു ഐഡൻറ്റിഫൈങ് ഫീച്ചേഴ്സ് ഓഫ് ഡിസ്കാൽക്കുലിയ. ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന ഒരു അരിത്തമാറ്റിക്കൽ പ്രോബ്ലം ആണ്. അവർക്ക് ദേ ഹാവ് ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് നമ്പേഴ്സ്. സോ ദേ മൈറ്റ് struggle to solve sums like 5 + 3 എന്താണ്. അപ്പോൾ they might also confuse number confused ആവാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ഒക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു ഡിസ്കാൽക്കുലിയ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള 2 മെത്തേഡ്സ് ആണ്. വട്ട് ഈസ് മെൻ ബൈ മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ? മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ ഒരു ടീച്ചിങ് മെത്തേഡാണ്. സെയിം ലെസൺ ഇസ് ടോട്ട് അറ്റ് ഡിഫറെൻറ്റ് ഡിഫിക്കൽട്ടി ലെവൽസ്. ചിലപ്പോൾ ഈസി ആയിട്ട് പഠിപ്പിക്കും, ചിലപ്പോൾ മോഡറേറ്റ് ലെവലിൽ പഠിപ്പിക്കും, ചിലപ്പോൾ ഹാർഡായിട്ട് പഠിപ്പിക്കും. അപ്പോൾ അങ്ങനെ പല ഡിഫിക്കൽട്ടി ലെവൽസിൽ ഒരേ ലെസൺ പഠിപ്പിക്കുന്നതിനാണ് മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ വൺ ക്ലാസ് സ്റ്റുഡൻസ് മേ റൈറ്റ് ഫുൾ സെൻറ്റൻസസ് വൈൽ അതേഴ്സ് മാച്ച് പിക്ചേഴ്സ് വിത്ത് വേർഡ്സ്. ഇറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് ടു ഇൻക്ലൂഡ് ഓൾ ലേണേഴ്സ് ഇൻ ക്ലാസ് റൂം. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഫുൾ സെൻറ്റൻസ് ആയിരിക്കും എഴുതാൻ കൊടുക്കുക, ചിലർക്ക് പിക്ചർ വേർഡ് മാച്ചിങ് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ എല്ലാ ലേണേഴ്സിനും ഒരു ക്ലാസ് റൂമിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വാട്ട് ഈസ് ADHD? ADHD എന്ന് പറയുന്നത് എന്താണ്? അറ്റൻഷൻ ഡെഫിഷ്യറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതൊരു കണ്ടീഷനാണ്. ഇത് അറ്റൻഷൻ, ഇമ്പൾസ് കൺട്രോൾ, ആക്ടിവിറ്റി ലെവൽസിനെയൊക്കെ ബാധിക്കും. ഇപ്പോൾ ചൈൽഡിന് ADHD ഉണ്ടെങ്കിൽ അവർക്ക് കുറേ നേരം ഇരിക്കുന്നതിനോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനോ ബുദ്ധിമുട്ടുണ്ടാവും. 2 ഫീച്ചേഴ്സ് ഓഫ് സക്സസ്ഫുൾ ഇൻക്ലൂഷൻ. ഇപ്പോൾ സക്സസ്ഫുൾ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഓൾ സ്റ്റുഡൻസ് ലേൺ ടുഗെദർ ഇൻ ദ സെയിം ക്ലാസ് റൂം റിഗാർഡ്ലെസ് ഓഫ് ഡിഫറൻസസ്. ഇപ്പോൾ ടീച്ചേഴ്സ് പല ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസും വിഷ്വൽ എയ്ഡ്സ് ഒക്കെ കൊടുക്കുന്നത് സക്സസ്ഫുൾ ഇൻക്ലൂഷന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതായത് എല്ലാ കുട്ടികളും ഒരു ക്ലാസ് റൂമിൽ ഒരു ഡിഫറൻസുകളെല്ലാം മറന്ന് പഠിക്കുകയാണെങ്കിൽ അതിനെ സക്സസ്ഫുൾ ഇൻക്ലൂഷൻ എന്നുള്ളത് പറയാം. വാട്ട് ഈസ് മെൻ ബൈ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി? റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി. ഇപ്പോൾ ഇത് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇൻ വിച്ച് എ പേഴ്സൺ ഹാസ് 2 or more ഡിസബിലിറ്റിയോ 2 അതിലധികമോ ഡിസബിലിറ്റീസ് ഉണ്ട് ഒക്കറിങ് ടുഗെദർ ദാറ്റ് അഫക്ട് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ലേണിങ്ങിനെയും ഡെവലപ്മെൻറ്റിനെയും ബാധിക്കുന്ന രീതിയിലായിരിക്കും ഇത് രണ്ടും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, എ ചൈൽഡ് മേ ഹാവ് ബോത്ത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ആൻഡ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. ഇപ്പോൾ കേൾവിക്കുറവും ഉണ്ടാവും, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഇഷ്യൂസും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷനും സോഷ്യൽ ഇൻട്രാക്ഷനും ബുദ്ധിമുട്ട് വരും. അവർക്ക് സ്പെഷ്യൽ സപ്പോർട്ടൊക്കെ വേണ്ടി വരും അവരുടെ ലേണിങ്ങിനും ഡെയിലി ആക്ടിവിറ്റീസിനും. 2 മാർക്കിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ റെഗുലർ സ്കൂൾസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ അവർക്ക് സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷനും സപ്പോർട്ട് സർവീസസും ഒക്കെ ആയിരിക്കും കിട്ടുക. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ചിൽഡ്രൻ without disabilities they learn together in the same classroom. ഇപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് ടീച്ചിങ് മെത്തേഡ്സ് ഇംപ്രൂവ് ചെയ്യുക ആസ് പെർ ദ നീഡ്സ് ഓഫ് ദ ലേണേഴ്സ് ആണെങ്കിൽ ഇറ്റ് പ്രൊമോട്ട്സ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ആക്സെപ്റ്റൻസ് among സ്റ്റുഡൻസ്. കുട്ടികളുടെ ഈക്വൽ പാർട്ടിസിപ്പേഷനും അതുപോലെ തന്നെ ഒരു സ്വീകാര്യതയും അത് ലഭ്യമാക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് സെഗ്രിഗേറ്റഡ് അങ്ങനെയും ചോദിക്കുന്നുണ്ട്, സെഗ്രിഗേറ്റഡ് ഓർ ഇൻക്ലൂസീവ് അങ്ങനെയും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഹൗ വിൽ യു ഐഡൻറ്റിഫൈ ആൻ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ചൈൽഡ് ഫ്രം ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ്? ഇപ്പോൾ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ചൈൽഡ് ആയ ഒരു കുട്ടിക്ക് അൺയൂഷ്വൽ ബിഹേവിയറൽ പാറ്റേൺസ് ആയിരിക്കും കമ്പയർഡ് ടു അതർ ചിൽഡ്രൻ. എക്സസീവ് ആയിട്ടുള്ള ആങ്കർ, ഫിയർ, സാഡ്നെസ്, ആങ്സൈറ്റി ഒക്കെ കാണിക്കും. അപ്പോൾ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ അവോയ്ഡ് ചെയ്യും, ഫ്രണ്ട്സിനെ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല, അഗ്രസീവ് ബിഹേവിയർ ആയിരിക്കും. അപ്പോൾ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ പ്രശ്നം ഉണ്ടാവും, സഡൻ മൂഡ് ചേഞ്ചസ് ഒക്കെ വരും. List the objectives of RCI Act 1992. So the Rehabilitation Council of India, അതാണ് RCI എന്ന് പറയുന്നത്, ആക്ട് 1992. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ റെഗുലേറ്റ് ആൻഡ് മോണിറ്റർ ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ പ്രൊഫഷണൽസ് വർക്കിംഗ് വിത്ത് പേഴ്സണൽസ് വിത്ത് ഡിസബിലിറ്റീസ്. ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുക, അതിനെ റെഗുലേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ഇറ്റ് മെയിൻറ്റെയിൻസ് എ സെൻറ്റർ രജിസ്റ്റർ ഓഫ് ക്വാളിഫൈഡ് റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസ് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്. ഇപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസിൻ്റെ ഒക്കെ ഒരു സെൻട്രൽ രജിസ്റ്റർ ഉണ്ട്. ഈ ആക്ട് എൻഷുർ ചെയ്യുന്നത് ട്രെയിൻഡ് ആൻഡ്
റെക്കഗ്നൈസ്ഡ് പ്രൊഫഷണൽസ് മാത്രം ഇത്തരത്തിലുള്ള സർവീസസ് കൊടുക്കുക. അവർ വർക്ക് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് സർവീസസ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഫോർ മൈ ക്വസ്റ്റ്യൻ, ആക്ച്വലി ഡിസഡ്വാൻറ്റേജ്ഡ് ചൈൽഡ് ആരാണ്? എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് എടുക്കാം അവരെ സപ്പോർട്ട് ചെയ്യാൻ? ഒരു സോഷ്യലി ഡിസ്അഡ്വാൻറ്റേജ്ഡ് ചൈൽഡ് എന്ന് പറയുന്നത് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും? എഡ്യൂക്കേഷണൽ ഡിഫിക്കൽട്ടീസ് ബിക്കോസ് അൺഫേവറബിൾ ആയിട്ടുള്ള സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ കണ്ടീഷൻസ് ആയിരിക്കും. അപ്പോൾ ഈ ചൈൽഡ് എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ നിന്നായിരിക്കും. സോഷ്യലി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഓർ ഫാമിലീസ് വിത്ത് ലോ ലിറ്ററസി ലെവൽസ് ആയിരിക്കാം. ഈ കണ്ടീഷൻസ് എല്ലാം കൊണ്ട് തന്നെ ഇവർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷണൽ റിസോഴ്സസ്, സപ്പോർട്ട്, ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അത് അവരുടെ ലേണിങ്ങിനെയും ഡെവലപ്മെൻറ്റിനെയും നെഗറ്റീവായിട്ട് ബാധിക്കാം. ഇപ്പോൾ സോഷ്യൽ ഡിസഡ്വാൻറ്റേജ് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ പോവർട്ടി, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ബയസ്, ഫാമിലി ഇൻസ്റ്റബിലിറ്റി, മൈഗ്രേഷൻ ഓർ ലാക്ക് ഓഫ് എഡ്യൂക്കേഷണൽ അവയർനെസ് അമംഗ് പാരൻസ്, ഇതെല്ലാം കൊണ്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടിക്ക് പല പ്രോബ്ലംസും ഫേസ് ചെയ്യേണ്ടി വരും. സ്കൂൾ അറ്റൻഡൻസ് ലോ ആയിരിക്കും, അക്കാദമിക് അച്ചീവ്മെൻറ്റ് ലോ ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അപ്പോൾ എന്തൊക്കെ രീതിയിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം? ഒന്ന്, ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ഗവൺമെൻറ്റും സ്കൂളും എന്ത് ഉറപ്പാക്കുന്നു? എല്ലാ കുട്ടികൾക്കും ഈക്വൽ ആക്സസ് ഉണ്ട് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ റിഗാർഡ്ലെസ് ഓഫ് ദെയർ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. രണ്ടാമത്താണ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. സ്കോളർഷിപ്സ്, ഫ്രീ യൂണിഫോംസ്, ഫ്രീ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് മിഡ് ഡേ മീൽ സ്കീംസ് ഒക്കെ കൊടുക്കാം ടു റെഡ്യൂസ് ദ ഫിനാൻഷ്യൽ ബർഡൻ ഓൺ ഫാമിലീസ്. അടുത്തതാണ് റെമഡിയൽ ടീച്ചിങ്. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ട് ഒരു ട്യൂട്ടറിംഗ് ഒക്കെ കൊടുക്കാം. കുട്ടികളെ ആ ലേണിംഗ് ഗ്യാപ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ. കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് കൊടുക്കാം. ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സപ്പോർട്ടൊക്കെ കൊടുക്കാം. അവരുടെ സോഷ്യൽ സ്ട്രെസ് കുറയ്ക്കാനും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും. ഇൻക്ലൂസീവ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് കൊടുക്കാം. ടീച്ചർ ക്രിയേറ്റ് ചെയ്യുക ഒരു സപ്പോർട്ടീവ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫ്രീ ലേണിംഗ് എൻവയോൺമെൻറ്റ്. അവിടെ ആ കുട്ടി റെസ്പെക്റ്റഡ് ആണെന്ന് ഫീൽ ചെയ്യണം. കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാം. പാരൻസിനെയും കമ്മ്യൂണിറ്റീസിനെയും ഒക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. അത് അവരുടെ ചിൽഡ്രൻ്റെ സ്കൂളിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കും. അപ്പോൾ ഈ മെഷേഴ്സിലൂടെ സ്കൂളിന് സോഷ്യലി ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള ലേണേഴ്സിന് ഈക്വൽ എഡ്യൂക്കേഷണൽ ഇക്വിറ്റിയും സോഷ്യൽ ഇൻക്ലൂഷനും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡെഫ് ചിൽഡ്രൻ ആൻഡ് ചിൽഡ്രൻ വിത്ത് ഹാർഡ് ഓഫ് ഹിയറിംഗ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്പെഷ്യൽ ലേണിംഗ് നീഡ്സ് ഓഫ് ദ ഹാർഡ് ഓഫ് ഹിയറിംഗ് ആൻഡ് ദെയർ റിഡ്രസൽ. അപ്പോൾ എന്താണ് ഡെഫ് ചിൽഡ്രനും ഈ ഹാർഡ് ഓഫ് ഹിയറിംഗും ഉള്ള കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ ചിൽഡ്രൻ വിത്ത് ഇമ്പയർമെൻറ്റിനെ നമുക്ക് രണ്ടായിട്ട്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, കേൾവിക്ക് പ്രശ്നമുള്ള കുട്ടികളെ രണ്ട് തരത്തിൽ തരംതിരിക്കാം. ഒന്ന് ഡെഫ് ചിൽഡ്രൻ, അതുപോലെ തന്നെ ചിൽഡ്രൻ വിത്ത് ഹാർഡ് ഓഫ് ഹിയറിംഗ്. അപ്പോൾ ഡെഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭീകരമായിട്ടുള്ള സിവിയർ അല്ലെങ്കിൽ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് ഉണ്ടാകും. അത് അവരെ എന്തിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യും? പ്രിവെൻറ്റ്സ് ദം ഫ്രം അണ്ടർസ്റ്റാൻഡിങ് സ്പീച്ച് ത്രൂ ഹിയറിംഗ് അലോൺ. കേൾക്കുന്നത് കൊണ്ട് മാത്രം അവർക്ക് സ്പീച്ച് മനസ്സിലാവില്ല. ഇപ്പോൾ ഈ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ടെങ്കിലും അവർക്ക് സ്പീച്ച് ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സൈൻ ലാംഗ്വേജ്, ലിപ് റീഡിംഗ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണം ഫോർ ലേണിംഗ് ആൻഡ് ഇൻട്രാക്ഷൻ. ചിൽഡ്രൻ വിത്ത് ഹാർഡ് ഓഫ് ഹിയറിംഗ്, കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അവർക്ക് പാർഷ്യൽ ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് മാത്രമേ ഉള്ളൂ. അവർക്ക് ചില സൗണ്ട്സും സ്പീച്ചൊക്കെ കേൾക്കാനായിട്ട് പറ്റും. അതിന് ഹിയറിംഗ് എയ്ഡ്സും ആംപ്ലിഫിക്കേഷൻ ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ചാൽ മതി. അവർക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ പോലും സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ് പ്രോപ്പർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് സ്പെഷ്യൽ ലേണിംഗ് നീഡ്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഹാർഡ് ഓഫ് ഹിയറിംഗ്. അപ്പോൾ ഈ ഹാർഡ് ഓഫ് ഹിയറിംഗ് ഉള്ള കുട്ടികൾക്ക് എന്തൊക്കെ ലേണിംഗ് കണ്ടീഷൻസ് കൊടുക്കാം? ക്ലിയർ ആൻഡ് സ്ലോ സ്പീച്ച് ഫ്രം ദ ടീച്ചർ. വിഷ്വൽ ടീച്ചിങ് എയ്ഡ്സ് കൊടുക്കാം, സച്ച് ആസ് ചാർട്ട്സ്, പിക്ചേഴ്സ്, ഡയഗ്രാംസ്, മൾട്ടിമീഡിയ, പ്രോപ്പർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, കുറച്ചുകൂടെ ടീച്ചറുടെ അടുത്തായിട്ട്, റെഡ്യൂസ്ഡ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇൻ ദ ക്ലാസ് റൂം, ഹിയറിംഗ് എയ്ഡ്സും അസിസ്റ്റീവ് ലിസണിംഗ് ഡിവൈസസും കൊടുക്കാം. ഇനി റിഡ്രസൽ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സ്പീച്ച് തെറാപ്പി, ഓഡിറ്ററി ട്രെയിനിങ് കൊടുക്കാം, വിഷ്വൽ ലേണിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ഡെമോൺസ്ട്രേഷൻസ് കൊടുക്കാം. പിന്നെ റിപ്പീറ്റ് ചെയ്യുക ഇൻസ്ട്രക്ഷൻസ് ആൻഡ് യൂസ് സിമ്പിൾ ലാംഗ്വേജ്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് എൻകറേജ് ചെയ്യുക. ഈ സ്ട്രാറ്റജീസിലൂടെ ഈ ഹിയറിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളെയും നമുക്ക് റെഗുലർ ക്ലാസ് റൂമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ അക്കാദമിക് പെർഫോമൻസും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡീലിംഗ് വിത്ത് ഡൈവേഴ്സിറ്റി ഇൻ ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം ഈസ് എ ചലഞ്ച്. ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ ഈ ഡൈവേഴ്സിറ്റി ഡീൽ ചെയ്യുക എന്നുള്ളതൊരു ചലഞ്ചാണ്. An inclusive classroom consists of students with diverse abilities, backgrounds, languages, cultures and learning styles. Abilities, backgrounds, language, cultures, learning styles ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, ഗിഫ്റ്റഡ് സ്റ്റുഡൻറ്റ് വിത്ത് ഡിഫറെൻറ്റ് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്സ്, അതുപോലെ ഡിഫറെൻറ്റ് ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ കൾച്ചറൽ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു ഡൈവേഴ്സിറ്റി ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ചലഞ്ചിങ് ആണ്. കാരണം ഓരോ കുട്ടിക്കും അവരുടേതായ ലേണിംഗ് നീഡ്സും എബിലിറ്റീസും ഉണ്ടാവും. ചില കുട്ടികൾ പെട്ടെന്ന് ലേൺ ചെയ്യും, ചിലർക്ക് അഡീഷണൽ സപ്പോർട്ട് ആൻഡ് ടൈം വേണം. ഇപ്പോൾ ഡിസേബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് എന്താണ് സ്പെഷ്യൽ ടീച്ചിങ് മെത്തേഡ്സും അസിസ്റ്റീവ് ഡിവൈസസും
ഇൻഡിവിജ്വലൈസ്ഡ് അറ്റൻഷനൊക്കെ വേണം. അപ്പോൾ ടീച്ചേഴ്സിനും ചലഞ്ചസ് വരാം. ഈ ഡിഫറെൻറ്റ് ലേണിംഗ് സ്പീഡ്സും എബിലിറ്റീസും ഉള്ള കുട്ടികളെ ഒരേ ക്ലാസ് റൂമിൽ മാനേജ് ചെയ്യുക, അതുപോലത്തെ അതിന് പ്രാപ്തമായിട്ടുള്ള റിസോഴ്സസോ ടീച്ചിങ് മെറ്റീരിയൽസോ ഉണ്ടാവില്ല. ഇൻസഫിഷ്യൻറ്റ് ട്രെയിനിങ് ആയിരിക്കും ടീച്ചേഴ്സിന് ഉണ്ടാവുക ടു ഹാൻഡിൽ ദ സ്പെഷ്യൽ നീഡ്സ് സ്റ്റുഡൻസ്. ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ ഡിഫറൻസസ് ഒക്കെ കമ്മ്യൂണിക്കേഷനെയും പാർട്ടിസിപ്പേഷനെയും ബാധിക്കാം. ക്ലാസ് റൂം ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക വൈൽ എൻഷുറിങ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഒക്കെ ചലഞ്ചാണ്. അപ്പോൾ ഈ ചലഞ്ചിനെ എങ്ങനെ നമുക്ക് നേരിടാമെന്ന് പറഞ്ഞാൽ, ഒന്ന് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഇവിടെ ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ ഈ ഡൈവേഴ്സ് ലേണിംഗ് നെറ്റ്സ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. രണ്ടാമത്തത് കോപ്പറേറ്റീവ് ലേണിംഗ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, അതും പിയർ സപ്പോർട്ട് എൻകറേജ് ചെയ്യും. യൂസ് ഓഫ് മൾട്ടിമീഡിയ ആൻഡ് അസിസ്റ്റീവ് ടെക്നോളജീസ് ക്രിയേറ്റിംഗ് എ സപ്പോർട്ടീവ് ആൻഡ് റെസ്പെക്ട്ഫുൾ ക്ലാസ് റൂം ക്ലൈമറ്റ്. അങ്ങനെ ഡൈവേഴ്സിറ്റി ചലഞ്ചസ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ആ ലേണിംഗ് എൻവയോൺമെൻറ്റിനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും സോഷ്യൽ ഇൻറ്റഗ്രേഷനിലൂടെയൊക്കെ കൂട്ടാനായിട്ട് ഈ മെത്തേഡ്സ് യൂസ് ചെയ്യാം. Who is a resource teacher? Explain the major activities of a resource teacher in an inclusive school. റിസോഴ്സ് ടീച്ചർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലി ട്രെയിൻഡ് ടീച്ചറാണ്. ഒരു സ്പെഷ്യലൈസ്ഡ് സപ്പോർട്ട് ആൻഡ് സർവീസസ് കൊടുക്കും ടു സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് ഓർ സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ നീഡ്സ് ഇൻ ആൻഡ് ഇൻക്ലൂസീവ് സ്കൂൾ. ഇപ്പോൾ റിസോഴ്സ് ടീച്ചർ റെഗുലർ ക്ലാസ് റൂമിൽ ടീച്ചറിൻ്റെ ഒപ്പം തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. എല്ലാ കുട്ടികൾക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാൻ. ഇപ്പോൾ റിസോഴ്സ് ടീച്ചറിന് ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, സ്റ്റുഡൻസിന് അവരുടെ ലേണിംഗ് ബാരിയേഴ്സിനെ ഓവർകം ചെയ്യുക, അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസിലും അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. മേജർ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അസസ്മെൻറ്റ്. റിസോഴ്സ് ടീച്ചറാണ് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരെ അസസ് ചെയ്യുക, അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസിനെയൊക്കെ അസസ് ചെയ്യുക. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻസ് IEP, ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് പ്ലാൻസ് ഡിസൈൻ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. റെമഡിയൽ ടീച്ചിങ്, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷണൽ സപ്പോർട്ട് കൊടുക്കുക. സപ്പോർട്ടിംഗ് ക്ലാസ് റൂം ടീച്ചേഴ്സ്, റിസോഴ്സ് ടീച്ചർ റെഗുലർ ടീച്ചേഴ്സിനെയും ഗൈഡ് ചെയ്യണം. എന്തൊക്കെ ടീച്ചിങ് മെത്തേഡ്സ്, കരിക്കുലം ആൻഡ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് അവർക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച്. യൂസ് ഓഫ് അസിസ്റ്റീവ് ഡിവൈസസ്, ഇപ്പോൾ ദേ ഇൻട്രൊഡ്യൂസ് ആൻഡ് ട്രെയിൻ സ്റ്റുഡൻസ്, ട്രെയിൻ ചെയ്യുക, അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അസിസ്റ്റീവ് ടെക്നോളജീസ് സച്ച് ആസ് ഹിയറിംഗ് എയ്ഡ്സ് ഓർ ബ്രെയിലി മെറ്റീരിയൽസ് ഓർ അതർ ലേണിംഗ് എയ്ഡ്സ്. പാരൻ്റ് ആൻഡ് ടീച്ചർ ഗൈഡൻസ്, ടീച്ചേഴ്സിനും പാരൻസിനും എന്ത് കൊടുക്കാം, ഗൈഡൻസ് കൊടുക്കാം, എങ്ങനെ കുട്ടിയുടെ എഡ്യൂക്കേഷണൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ആക്ടിവിറ്റീസിലൂടെ റിസോഴ്സ് ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് അവർക്കും ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടെന്നുള്ള ഉറപ്പാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൾച്ചറൽ ആൻഡ് ജെൻഡർ ഇൻക്ലൂഷൻ എന്താണ്? കൾച്ചറൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക ഡൈവേഴ്സ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്, ട്രഡീഷൻസ് ആൻഡ് ലാംഗ്വേജസ് ആൻഡ് ബിലീഫ്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും ട്രഡീഷനും ലാംഗ്വേജും ബിലീഫ്സും ഒക്കെ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അവരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക. ഒരു കൾച്ചറലി ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ ടീച്ചർക്ക് ഈ ഡിഫറൻസുകളെയൊക്കെ അക്നോളജ് ചെയ്യാൻ പറ്റും, അതിനെ ടീച്ചിങ് പ്രാക്ടീസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ദേ മൈറ്റ് ഫീൽ വാല്യൂഡ് ആൻഡ് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും വരും. അപ്പോൾ കൾച്ചറൽ ഇൻക്ലൂഷൻ എന്തിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്? ഡൈവേഴ്സിറ്റി അപ്രീഷിയേറ്റ് ചെയ്യുക, ഡിഫറെൻറ്റ് കൾച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുക, ടോളറൻസ്, ഹാർമണി ആൻഡ് സോഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ പ്രോത്സാഹിപ്പിക്കുക. ജെൻഡർ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഫോർ ഓൾ ജെൻഡേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ. അതിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല, സ്റ്റീരിയോടൈപ്സ് ഇല്ല, ബൈസസ് ഇല്ല. ഒരു ജെൻഡർ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ ബോയ്സ് ആൻഡ് ഗേൾസ് അവർ ഈക്വൽ ട്രീറ്റഡ് ആയിരിക്കും. എൻകറേജ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഓൾ അക്കാദമിക് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഇനി എന്തൊക്കെ രീതികൾ നമുക്ക് എടുക്കാം? ഒന്ന്, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ടീച്ചിങ് മെറ്റീരിയൽസ് ആൻഡ് എക്സാമ്പിൾസ്, എൻകറേജ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ, ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, ഡിഫറെൻറ്റ് കൾച്ചറൽ ട്രഡീഷൻസ് ആൻഡ് ലാംഗ്വേജസിനെ സെലിബ്രേറ്റ് ചെയ്യുക, റെസ്പെക്ട്, ഇക്വാലിറ്റി ആൻഡ് കോപ്പറേഷൻ അമംഗ് സ്റ്റുഡൻസ് പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ കൾച്ചർ ആൻഡ് ജെൻഡർ ഇൻക്ലൂഷൻ ഇത് രണ്ടും ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ ഫെയർ, റെസ്പെക്ട്ഫുൾ ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ഫോർ ഓൾ ലേണേഴ്സ് ഉറപ്പാക്കാനായിട്ട് പറ്റും. 16th question, explain the various types of learning disabilities with a special reference to remedial strategies. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്താണെന്ന് പറയാം, അതുപോലെ തന്നെ റെമഡിയൽ സ്ട്രാറ്റജീസിനെ കുറിച്ചും പറയാം. ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ്. അതൊരു കുട്ടിയുടെ എബിലിറ്റിനെയാണ് ബാധിക്കുന്നത് ടു അക്വയർ, പ്രോസസ് ആൻഡ് യൂസ് ഇൻഫർമേഷൻ എഫക്റ്റീവ്ലി. ഈ എബിലിറ്റീസ് അവരുടെ ഡെവലപ്മെൻറ്റും ബേസിക് അക്കാദമിക് സ്കിൽസ് ആയിട്ടുള്ള റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് മാത്തമാറ്റിക്സിനൊക്കെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ചിൽഡ്രന് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഒരു ആവറേജ് ഓർ എബോവ് ആവറേജ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഉള്ള കുട്ടികളായിരിക്കും. അപ്പോൾ ടൈപ്സ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസിൽ കോമൺ ആയിട്ടുള്ള മൂന്നെണ്ണം അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഡിസ്ലെക്സിയ, ഇതൊരു റീഡിംഗ് ഡിസോർഡർ ആണ്. അവിടെ കുട്ടിക്ക് ഡിഫിക്കൽറ്റി എന്താണ്? റെക്കഗ്നൈസിങ് വേർഡ്സ്, ഫ്ലുവൻ്റ് ആയിട്ട് റീഡ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡിങ് ദ റിട്ടേൺ ടെക്സ്റ്റ്. അപ്പോൾ ലെറ്റേഴ്സൊക്കെ കൺഫ്യൂസ്ഡ് ആവാം, സ്ട്രഗിൾ വിത്ത് സ്പെല്ലിംഗ്. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് റൈറ്റിംഗ് ഡിസോർഡർ ആണ്. ഇവിടെ ഡിഫിക്കൽറ്റി ഹാൻഡ് റൈറ്റിംഗ്, സ്പെല്ലിംഗ് ആൻഡ് ഓർഗനൈസിങ് റിട്ടേൺ തോട്ട്സിലാണ്. അപ്പോൾ പുവർ ഹാൻഡ് റൈറ്റിംഗുള്ള ഒരു കുട്ടിക്ക് ഇവിടെ ട്രബിൾ ഉണ്ടാവാം. ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ലേണിംഗ് ഡിസബിലിറ്റി ആണ്. ഇവിടെ കുട്ടി സ്ട്രഗിൾ ചെയ്യുന്നത് നമ്പേഴ്സ്, കാൽക്കുലേഷൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് ആയിട്ടാണ്.
അപ്പോൾ ഇതിനുള്ള റെമഡിയൽ സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, മൾട്ടി സെൻസറി ടീച്ചിങ് മെത്തേഡ്സ്, വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് ടാക്ടിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കാം, ബ്രേക്ക് കോംപ്ലക്സ് ടാസ്ക് ഇൻ ടു സ്മോളർ മാനേജബിൾ സ്റ്റെപ്സ്, എക്സ്ട്രാ ടൈം ആൻഡ് പ്രാക്ടീസ് കൊടുക്കാം, എഡ്യൂക്കേഷൻ എയ്ഡ്സ്, ചാർട്സ് ആൻഡ് ടെക്നോളജി ബേസ്ഡ് ലേണിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യാം, എൻകറേജ്മെൻറ്റ്, മോട്ടിവേഷൻ ആൻഡ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാം. വിത്ത് പ്രോപ്പർ റെമഡിയൽ സ്ട്രാറ്റജീസ് ആൻഡ് സപ്പോർട്ടീവ് ടീച്ചിങ്, ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ് ക്യാൻ ഇംപ്രൂവ് ദിയർ അക്കാദമിക് സ്കിൽസ് ആൻഡ് അച്ചീവ് സക്സസ് ഇൻ എഡ്യൂക്കേഷൻ. അടുത്ത എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ വിൽ യു ക്ലാസിഫൈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഓൺ ദ ബേസിസ് ഓഫ് അഡാപ്റ്റീവ് ബിഹേവിയർ, give an account of each category. So adaptive behavior അടിസ്ഥാനത്തിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി നിങ്ങൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ID എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ലിമിറ്റേഷൻസ് ഉണ്ട് ഇൻ ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ് ആൻഡ് അഡാപ്റ്റീവ് ബിഹേവിയർ. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റൽ പീരീഡിൻ്റെ സമയത്താണ്. ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? റീസണിങ്, പ്രോബ്ലം സോൾവിങ്, പ്ലാനിങ് ആൻഡ് ലേണിംഗ്. അഡാപ്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാക്ടിക്കൽ, സോഷ്യൽ ആൻഡ് കോൺസെപ്ച്വൽ സ്കിൽസ് ആണ്. അത് നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനാണ് അഡാപ്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ അഡാപ്റ്റീവ് ബിഹേവിയർ പ്രധാനമായിട്ടും 3 ഏരിയാസിലാണ് ഉള്ളത്. ഒന്ന് കോൺസെപ്ച്വൽ സ്കിൽസ്. കോൺസെപ്ച്വൽ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ്, റീഡിംഗ്, റൈറ്റിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്, നമ്പേഴ്സ്. സോഷ്യൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. പ്രാക്ടിക്കൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ സെൽഫ് കെയർ, പേഴ്സണൽ ഹൈജീൻ, ഡെയിലി ആക്ടിവിറ്റീസ് ആൻഡ് വർക്ക് സ്കിൽ. സോ അഡാപ്റ്റീവ് ബിഹേവിയറും ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ്ങിൻ്റെയും ബേസിക്സിൽ ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റിയെ നമുക്ക് 4 കാറ്റഗറിയിലേക്ക് തരംതിരിക്കാം: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്. ഈച്ച് കാറ്റഗറിയിലുമുള്ള സപ്പോർട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇനി മൈൽഡ് ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി മോസ്റ്റ് കോമൺ കാറ്റഗറിയാണ്. ഇവിടെ 80 to 80% അക്കോർഡിംഗ് ഫോർ നിയർലി 80 to 80% ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, അതായത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആളുകളിൽ 80 മുതൽ 55% വരെ മൈൽഡ് കാറ്റഗറിയിൽ പെടുന്നവരാണ്. റിലേറ്റീവ്ലി മൈനർ ലിമിറ്റേഷൻസ് ആണ് അവർക്ക് അഡാപ്റ്റീവ് ബിഹേവിയറിൽ വരുന്നത്. അപ്പോൾ ഈ കുട്ടികൾ സ്ലോ ലേണിംഗ് ആയിരിക്കും, ഡിഫിക്കൽറ്റി ഇൻ അക്കാദമിക് സ്കിൽസ് സച്ച് ആസ് റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ആയിരിക്കും. പക്ഷേ അവർക്ക് ബേസിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ സ്കിൽസ് ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ അവരുടെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ഒക്കെ സ്ലൈറ്റ്ലി ഡിലേഡ് ആയിരിക്കും കമ്പയർഡ് ടു അതർ ചിൽഡ്രൻ. അഡാപ്റ്റീവ് ബിഹേവിയറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവർക്ക് സെൽഫ് കെയർ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഡ്രസ്സിങ്, ഈറ്റിംഗ്, പേഴ്സണൽ ഹൈജീനൊക്കെ ലിറ്റിൽ അസിസ്റ്റൻസ് കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്താൽ ചെയ്യാനായിട്ട് പറ്റും. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സപ്പോർട്ടും വൊക്കേഷണൽ ട്രെയിനിങ്ങും ഉണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ഇൻഡിപെൻഡൻറ്റ് അഡൾട്ട്സ് ആവാൻ പറ്റും, എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാൻ പറ്റും. ഇതിന് ഒരു ഒക്കേഷണൽ ആയിട്ടുള്ള ഗൈഡൻസും സൂപ്പർവിഷനും മതിയാവും. മോഡറേറ്റ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ നോട്ടീസബിൾ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് അഡാപ്റ്റീവ് ബിഹേവിയറിലും ഇൻ്റലക്ച്വൽ ഫംഗ്ഷനിങ്ങിലും ഉണ്ട്. ഇപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, അക്കാദമിക് ലേണിങ്ങിലൊക്കെ കുറച്ച് ഡിലേ ആയിരിക്കും. സ്കൂളിൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ബേസിക് റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് അരിത്തമെറ്റിക്കൽ സ്കിൽസൊക്കെ പ്രോഗ്രസ് എന്ന് പറയുന്നത് യൂഷ്വലി സ്ലോ ആയിരിക്കും. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും സ്ട്രക്ചേർഡ് ടീച്ചിങ് മെത്തേഡ്സും ഇവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി അഡാപ്റ്റീവ് ബിഹേവിയറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കുറച്ച് സെൽഫ് കെയർ സ്കിൽസ് ഇവർക്ക് ഉണ്ട്, ലൈക്ക് ഡ്രസ്സിങ്, ഈറ്റിംഗ് ആൻഡ് സിമ്പിൾ ഹൗസ് ഹോൾഡ് ടാസ്ക്. പക്ഷെ അതിന് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർവിഷനും സപ്പോർട്ടും വേണം. അപ്പോൾ സോഷ്യൽ സ്കിൽസ് ഇവർക്ക് ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോംപ്ലക്സ് സോഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇത്തിരി പാടായിരിക്കും. അപ്പോൾ അഡൾട്ട്സ് എന്നുള്ള രീതിയിൽ ഇവർക്കും സെമി സ്കിൽഡ് അല്ലെങ്കിൽ സൂപ്പർവൈസ്ഡ് വർക്കിലൊക്കെ എൻഗേജ് ചെയ്യാം, കമ്മ്യൂണിറ്റി ലൈഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും ഉണ്ടെങ്കിൽ. അടുത്തത് സിവിയർ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. സിവിയർ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയിൽ സിഗ്നിഫിക്കൻറ്റ് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ കാറ്റഗറി വളരെ വെരി ലിമിറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലേണിംഗ് എബിലിറ്റീസ് ആണ്. അവർക്ക് ഡിലേഡ് ആയിട്ടുള്ള മോട്ടോർ ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആയിരിക്കും. ഇവരുടെ അക്കാദമിക് സ്കിൽസ് എക്സ്ട്രീംലി ലിമിറ്റഡ് ആണ്. ഇവർക്കും സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഫോക്കസ്ഡ് ഓൺ ഫങ്ഷണൽ ആൻഡ് ലൈഫ് സ്കിൽസ് വേണം. അഡാപ്റ്റീവ് ബിഹേവിയർ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് സപ്പോർട്ട് വേണം അവരുടെ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ് ചെയ്യാൻ, ഇൻക്ലൂഡിങ് ഡ്രസ്സിങ്, ഈറ്റിംഗ് ആൻഡ് പേഴ്സണൽ ഹൈജീൻ. കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ആയിരിക്കും, സിമ്പിൾ വേർഡ്സ്, ഗസ്റ്റേഴ്സ്, ചിലപ്പോൾ നോൺ വെർബൽ എക്സ്പ്രഷൻസ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സൂപ്പർവിഷൻ ആൻഡ് അസിസ്റ്റൻസ് വേണം. ഹവർ ഒരു അപ്രോപ്രിയേറ്റ് ട്രെയിനിങ്ങോടുകൂടി അവർക്കും ബേസിക് സെൽഫ് കെയർ ആൻഡ് സിമ്പിൾ റൂട്ടീൻസ് പഠിക്കാൻ പറ്റും. അടുത്തത് പ്രൊഫൗണ്ട് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. പ്രൊഫൗണ്ട് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി സിവിയർ, ഏറ്റവും ഭീകരമായിട്ടുള്ള രൂപമാണ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. ഇവിടെ വെരി സിഗ്നിഫിക്കൻറ്റ് ലിമിറ്റേഷൻസ് ആണ് അവരുടെ ഇൻ്റലക്ച്വൽ ഫംഗ്ഷനിൽ കാണുക. എക്സ്ട്രീംലി ലിമിറ്റഡ് കമ്മ്യൂണിക്കേഷൻ അബിലിറ്റീസ് ആയിരിക്കും. ബേസിക് സെൻസറി സ്റ്റിമുലിയോട് കൂടെയോ അല്ലെങ്കിൽ അവരുടെ ഗസ്റ്റേഴ്സ് ഒരു സൗണ്ട്സിലൂടെ ആയിരിക്കും അവരുടെ നീഡ്സ് എക്സ്പ്രസ് ചെയ്യുക. ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസ് ഒക്കെ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിലേഡ് ആയിരിക്കും. ഇൻറ്റൻസീവ് മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ സപ്പോർട്ട് വേണം. അഡാപ്റ്റീവ് ബിഹേവിയറിൻ്റെ കാര്യം പറയാൻ ഇവർക്ക് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും മറ്റുള്ളവരിൽ ഫോർ ഡെയിലി കെയർ ആൻഡ് സൂപ്പർവിഷൻ. എല്ലാ കാര്യത്തിലും അവർക്ക് അസിസ്റ്റൻസ് വേണ്ടി വരും. ഡെയിലി ലിവിങ്, ഫീഡിങ്, ഡ്രസ്സിങ്, മൊബിലിറ്റി, പേഴ്സണൽ ഹൈജീൻ. ഈ ചാലഞ്ചസ് ഉണ്ടെങ്കിലും സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങും സപ്പോർട്ടീവ് കെയറും
ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എബിലിറ്റി ടു ഇൻട്രാക്ട് വിത്ത് ദിയർ എൻവയോൺമെൻറ്റും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ബേസ്ഡ് ഓൺ അഡാപ്റ്റീവ് ബിഹേവിയർ എഡ്യൂക്കേറ്റേഴ്സിനെയും പ്രൊഫഷണൽസിനെയും ഏത് ലെവൽ ഓഫ് സപ്പോർട്ടാണ് ആളുകൾക്ക് വേണ്ടത് വിത്ത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നുള്ള മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ കാറ്റഗറിയും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൂടെ മൈൽഡ് ആണോ, മോഡറേറ്റോ, സിവിയർ ഓർ പ്രൊഫൗണ്ട് ആണോ എന്നുള്ളതനുസരിച്ച് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസും തെറാപ്റ്റിക് ഇൻ്റർവെൻഷൻസും സപ്പോർട്ട് സിസ്റ്റംസൊക്കെ കൊടുക്കാൻ പറ്റും. അത് അവരുടെ ഇൻഡിപെൻഡൻസിനെയും സോഷ്യൽ പാർട്ടിസിപ്പേഷനെയും കൂട്ടും. അടുത്ത എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ വേരിയസ് ക്ലാസ് റൂം പ്രാക്ടീസസ് ഇൻ ആൻ ഇൻക്ലൂസീവ് സ്കൂൾ. സോ ഒരു ഇൻക്ലൂസീവ് സ്കൂൾ ഇതിപ്പം 2020 സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോവാം. ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന എല്ലാ ചിൽഡ്രനും ഉണ്ട്. ഡിസബിലിറ്റീസ്, ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ടുഗെദർ ഇൻ ദ സെയിം ക്ലാസ് റൂം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഈക്വൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. വിത്തൗട്ട് ലുക്കിംഗ് ദ ഡിഫറൻസസ് ഇൻ എബിലിറ്റി, കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒരു ക്ലാസ് റൂം എഫക്റ്റീവ് ആക്കണമെങ്കിൽ കുറച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലാസ് റൂം പ്രാക്ടീസസ് വേണം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഇവിടെ എന്താണ് ഡിഫറെൻറ്റ് ലേണിംഗ് എബിലിറ്റീസ്, ഇൻട്രസ്റ്റ് ആൻഡ് ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ ടീച്ചിങ് മെത്തേഡ്സും ആക്ടിവിറ്റീസും മെറ്റീരിയൽസൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്യണം. ഇപ്പോൾ ചില സ്റ്റുഡൻസ് പെട്ടെന്ന് ലേൺ ചെയ്യും ത്രൂ വിഷ്വൽ എയ്ഡ്സ് ലൈക്ക് ചാർട്ട്സ് ആൻഡ് ഡയഗ്രാംസ്. ചിലർ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വെർബൽ എക്സ്പ്ലനേഷൻസ് ആയിരിക്കും. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും വേണ്ട രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. മറ്റൊന്ന് ഫ്ലെക്സിബിൾ ടീച്ചിങ് മെത്തേഡ്സ്. എപ്പോഴും ഒരു സിംഗിൾ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാതെ പല സ്ട്രാറ്റജീസും യൂസ് ചെയ്യാം. ലെക്ചേഴ്സ് യൂസ് ചെയ്യാം, ഡെമോൺസ്ട്രേഷൻസ്, ഡിസ്കഷൻ, സ്റ്റോറി ടെല്ലിംഗ്, ഗ്രൂപ്പ് വർക്ക്, മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ലെസൺ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, എല്ലാവർക്കും അസസബിൾ ആയിരിക്കും. ടെക്നോളജി ലൈക്ക് ഓഡിയോ വിഷ്വൽ എയ്ഡ്സും ഇൻട്രാക്റ്റീവ് മെറ്റീരിയൽസും യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് വിത്ത് ഡൈവേഴ്സ് നേഴ്സുള്ള കുട്ടികളെല്ലാം നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റും. അടുത്താണ് കോപ്പറേറ്റീവ്. ഇവിടെ നമ്മളൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഈ മെത്തേഡിലൂടെ കുട്ടികൾ സ്മോൾ ഗ്രൂപ്പ്സായിട്ട് വർക്ക് ചെയ്ത് അവരുടെ ടാസ്കും പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുക. കോപ്പറേറ്റീവ് ലേണിംഗ്, ടീം വർക്ക്, കമ്മ്യൂണിക്കേഷനും മ്യൂച്വൽ സപ്പോർട്ടൊക്കെ കുട്ടികൾ ഉണ്ടാക്കും. ഇപ്പോൾ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്, ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികൾക്ക് പിയർ അസിസ്റ്റൻസ് ചെയ്യുന്ന ഹെൽപ്ഫുൾ ആയിരിക്കും. അവർക്ക് കുറച്ചും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് തോന്നും ആ ക്ലാസ് റൂം കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ സ്റ്റുഡൻസിനും എമ്പതി, പേഷ്യൻസ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റിംഗ് a positive and supportive classroom environment essential ആണ്. ടീച്ചേഴ്സ് എന്ത് പ്രൊമോട്ട് ചെയ്യണം? റെസ്പെക്ട്, ടോളറൻസ് ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. സ്റ്റുഡൻസ് എൻകറേജ്ഡ് ആയിരിക്കണം ടു അപ്രീഷിയേറ്റ് ഡൈവേഴ്സിറ്റി ആൻഡ് സപ്പോർട്ട് ഈച്ച് അതർ. ഒരു ഫ്രണ്ട്ലി ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ, കുട്ടികൾ സേഫും വാല്യൂഡ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യണം. മറ്റൊന്ന് അസിസ്റ്റീവ് ടെക്നോളജി ആൻഡ് ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുക. ഇവിടെ വിഷ്വൽ എയ്ഡ്സ്, ഫ്ലാഷ് കാർഡ്സ്, മോഡൽസ്, വീഡിയോസ്, ഡിജിറ്റൽ ലേണിംഗ് ടൂൾസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ഡിവൈസസ് സച്ച് ആസ് ഹിയറിംഗ് എയ്ഡ്സ്, ബ്രെയിലി മെറ്റീരിയൽസ്, മാഗ്നിഫയേഴ്സ്, സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യാം. ലേണിംഗ് ബാരിയേഴ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കൂടുതൽ എഫക്റ്റീവായിട്ട് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു സിഗ്നിഫിക്കൻറ്റ് പ്രാക്ടീസാണ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ IEP ഫോർ സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ്. അപ്പോൾ IEP എന്ന് പറയുന്നത് ടീച്ചേഴ്സ്, സ്പെഷ്യലിസ്റ്റ്, പാരൻസിനൊക്കെ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു സ്പെഷ്യൽ ലേണിംഗ് നീഡ് ഓഫ് ദി ചൈൽഡിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ലേണിംഗ് ഗോൾസ്, ടീച്ചിങ് സ്ട്രാറ്റജി, സപ്പോർട്ട് ഡിവൈസസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ അക്കാദമിക്കലി ആൻഡ് സോഷ്യലി ഒരു കൊച്ചിനെ സക്സീഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചർ റെഗുലർലി ഒരു കുട്ടിയുടെ പ്രോഗ്രസ്സിനെ ഇവാലുവേറ്റ് ചെയ്യണം ത്രൂ അസൈൻമെൻറ്റ്സ്, പ്രോജക്ട്സ്, ഒബ്സർവേഷൻ, ഓർഡർ റിട്ടേൺ ടെസ്റ്റ്. ഫീഡ്ബാക്ക് കുട്ടിയെ അവരുടെ സ്ട്രെങ്ത് ആൻഡ് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ടീച്ചറുടെ ടീച്ചിങ് സ്ട്രാറ്റജീസ് മോഡിഫൈ ചെയ്യാം. ഫൈനലി കൊളാബറേഷൻ വിത്ത് പാരൻസ്, റിസോഴ്സ് ടീച്ചേഴ്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റ്, അതും ക്രൂഷ്യലാണ്. ടുഗെദർ ബൈ വർക്കിംഗ് ടുഗെദർ എഡ്യൂക്കേറ്റേഴ്സിനും ഫാമിലീസിനും കുട്ടികളുടെ ആവശ്യങ്ങളെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ പറ്റും, അപ്രോപ്രിയേറ്റ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. സോ ഒരു ക്ലാസ് റൂം പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ, ഫ്ലെക്സിബിൾ ടീച്ചിങ് മെത്തേഡ്സ്, കോപ്പറേറ്റീവ് ലേണിംഗ്, പോസിറ്റീവ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്, അസിസ്റ്റീവ് ടെക്നോളജി, ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാനിംഗ്, കണ്ടിന്യൂസ് അസസ്മെൻ്റ് ഒക്കെ ഒരു സപ്പോർട്ടീവ് ആൻഡ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയും ക്വസ്റ്റ്യൻസോടുകൂടി 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആൻഡ് ചെയ്യാം. താങ്ക് യു.